ഹലോ മക്കളെ, ഹിന്ദി ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. മിസ്സേ വീഡിയോ എവിടെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ ഓൾറെഡി നമ്മൾ റിവിഷൻസൊക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റാക്കിയതാണ് അല്ലേ, മോഡൽ പരീക്ഷ ആയപ്പോഴേക്കിനും. പക്ഷേ ഒരുപാട് പേര് വിളിച്ചതിൻ്റെ പേരിൽ മിസ്സ് ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവരും നോക്കിയിട്ടുണ്ടാവും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ അതിൽ 2023-ലെയും 2024-ലെയും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ തന്നെ പബ്ലിക് ക്വസ്റ്റ്യൻ പേപ്പറുമാണ് ഇന്ന് മിസ് ഒന്ന് പറയുന്നത്. ഇപ്പോൾ 2023-ൽ ബീർബഹൂട്ടി എന്ന ചാപ്റ്ററിൽ നിന്നും മോഡൽ എക്സാമിന് നമുക്ക് ബേല ആ ടെറസിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണ് തലയിൽ ബാൻഡേജൊക്കെ ഇട്ട ആ ഭാഗത്തു നിന്നാണ് പട്കഥ ചോദിച്ചത്. ആ പബ്ലിക് എക്സാമിന് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല, പകരം ഒരു വാക്യ പിരമിഡ് അതേപോലെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് 2 അങ്ങനെയാണ് ചോദിച്ചത്. അത് ചാപ്റ്ററിൽ നിന്ന് തന്നെ 2024-ൽ മോഡൽ എക്സാമിന് മാത്സാബിൻ്റെ ആ പെരുമാറ്റം കാരണം ദുഃഖിതയായ ബേലയുടെ അവസ്ഥ കണ്ട് സാഹിലിൻ്റെ ഡയറിയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഓർ ക്വസ്റ്റ്യൻ വന്നത് സഹി 4 പ്രസ്താവ് ചുൻകർ ലിഖേം എന്നുള്ള ക്വസ്റ്റ്യനാണ്. ആ എക്സാമിന് പബ്ലിക്കിന് ചോദിച്ചത് ലാസ്റ്റ് പാരഗ്രാഫിലെ പട്കഥയാണ്. അതായത് അവർ അടുത്ത വർഷം ആ സ്കൂൾ 5ാം ക്ലാസ് വരെയുള്ളൂ, അപ്പോൾ 6ാം ക്ലാസ്സിലേക്ക് വെവ്വേറെ സ്കൂളിലേക്ക് പോകുന്ന ആ ഭാഗത്തു നിന്നാണ് 2024 പബ്ലിക് എക്സാമിന് നമ്മളോട് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കവിടെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെക്കൻഡ് പാരഗ്രാഫ്. അതായത് 2 പേരും ബീർബഹൂട്ടിയെ തരാൻ വയലിലേക്ക് പോയ ഭാഗവും കടയിൽ മഷി നിറയ്ക്കാൻ വേണ്ടിയിട്ട് സാഹിലിൻ്റെ പേനയിൽ മഷി നിറയ്ക്കാൻ കടയിൽ പോയ ഭാഗവും ഒന്ന് നോക്കിക്കോളാം. ആ 2 ഭാഗത്തുനിന്നും ചിലപ്പോൾ പട്കഥ, ഡയറി, പത്ര, ഈ 3 ക്വസ്റ്റ്യൻസും ആ ഭാഗത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. മറ്റ് ഭാഗങ്ങൾ ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, അതിലാകെയുള്ള കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ. ഒന്ന് വയലിൽ ബീർബഹൂട്ടിയെ തരാൻ പോകുന്നത്, സ്യാഹി ബർവാനെ കെ ലിയെ ദുകാൻ മേ ഗയേ, ദെൻ മാത്സാബ് കാ ബുരാ വ്യവഹാർ, വിദായി കാ സമയ്, ഇങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നോക്കിക്കോളാം കേട്ടോ. പിന്നെ അയാം കലാം എന്നുള്ള ചാപ്റ്ററിന് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഭാഷൻ പ്രതിയോഗിത മേ റൺ വിജയ് പ്രഥം പുരസ്കാർ പാത്താ ഹെ. ഭാഷൻ പ്രതിയോഗിത മേ റൺ വിജയ് പ്രഥം പുരസ്കാർ പാത്താ ഹെ. ആ ഭാഗം നമ്മളൊന്ന് ശ്രദ്ധിച്ച് പഠിക്കണം. എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും, എന്നാലും ഒന്നുകൂടെ നോക്കാം. ആ ഭാഗത്തുനിന്ന് സമാചാർ റപ്പട്ട് ചോദിച്ചിട്ടുണ്ട്, വാർത്താലാപ് ചോദിച്ചിട്ടുണ്ട്, ബാത്ചീത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്. അതേപോലെ തന്നെ മോർപാലിൻ്റെയും കലാമിൻ്റെയും ചോട്ടുവിൻ്റെയും സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ അവരെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കാം. അപ്പോൾ ഭാഷൻ പ്രതിയോഗിത മേ റൺ വിജയ് പ്രഥം പുരസ്കാർ പാത്താ ഹെ അല്ലേ, ആ ദിവസം റൺ വിജയൻ്റെ ഡയറിയും ചോദിക്കാം, ചോട്ടുവിൻ്റെ ഡയറിയും ചോദിക്കാം. കാരണം ചോട്ടു ആണ് അവന് പ്രസംഗം എഴുതി കൊടുത്തത് അല്ലേ. അപ്പോൾ ആ ഭാഗം ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കുക കേട്ടോ. ഇനി ആരെങ്കിലും നോക്കാത്തതുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നോക്കിക്കോളാം. ഇനി സബ്സെ ബഡാ ഷോമാൻ എന്നുള്ള ചാപ്റ്ററിന് മാനേജർ കി ഡയറി, സമാചാർ റപ്പട്ട്, അതേപോലെ സഹി മിലാൻ കർക്കെ ലിഖേ, മാം കി ഡയറി, ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ മോഡൽ എക്സാമിനും മാം കി ഡയറി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ മാം കി ഡയറി, മാനേജർ കി ഡയറി, ചാർലി കി ഡയറി, സമാചാർ റപ്പട്ട്, അതിൻ്റെ കൂടെ തന്നെ ആ ചാർലി ഫിൽമോത്സവ കാ പോസ്റ്ററും മാം കാ പത്രം, ഇത് രണ്ടും ഒന്ന് നോക്കി വെക്കണം കേട്ടോ. പിന്നെ ബസന്ത് മേരെ ഗാവ് കാ എന്നുള്ള ചാപ്റ്റർ, അതിൽ നമ്മൾ അത്ര കണ്ട് 4 മാർക്കിനൊന്നും കാണാനല്ലേ. വേർഡ് പിരമിഡും പിന്നെ വേർഡ് പിരമിഡ് 1 വേർഡ് ക്വസ്റ്റ്യനൊക്കെയാണ് കാണുന്നത്. അപ്പോൾ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത ഉള്ളത് ഒന്ന് ലഘുലേഖമാണ്, വസന്തോത്സവത്തിനെ കുറിച്ചിട്ടുള്ള ലഘുലേഖും അതേപോലെ തന്നെ വസന്തോത്സവത്തിൻ്റെ പോസ്റ്ററും, ഈ 2 ഫൂൽദേയി കാ ത്യോഹാർ കേട്ടോ,
അതിൻ്റെ പോസ്റ്ററുമാണ്, അതൊന്ന് നോക്കാം. ദെൻ ഠാക്കൂർ കാ കുആ എന്നുള്ള ചാപ്റ്ററിന് ഇതുവരെ 2013-ലും 2024-ലും 2023-ലും ചോദിച്ചിട്ടുള്ളത് പട്കഥ ചോദിച്ചിട്ടുണ്ട്, ബാത്ചീത് ചോദിച്ചിട്ടുണ്ട്, ജോഗും ഗംഗയും കൂടെ ഉള്ള. അത് ലാസ്റ്റ് പാരഗ്രാഫും ചോദിച്ചിട്ടുണ്ട്, ഫസ്റ്റ് പാരഗ്രാഫും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ബാത്ചീത്ത് പോസ്റ്റർ ചോദിച്ചിട്ട് ജാതിഗത് ഭേദഭാവ്, അതേപോലെ അതിൻ്റെ തന്നെ ടിപ്പണിയും ചോദിച്ചിട്ടുണ്ട്. ടിപ്പണി ചരിത്രഗത ടിപ്പണിയാണ് ഗംഗയുടെ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഇത്തവണ ലഘുലേഖവും പോസ്റ്ററും. പോസ്റ്റർ 2 തരത്തിലുള്ള പോസ്റ്റർ ഉണ്ടെന്ന് അറിയാലോ. ഒന്ന് മെസ്സേജ് മാത്രമുള്ളത്, 2 സൂചനാത്മക. സൂചനാത്മക എന്ന് പറഞ്ഞാൽ കാര്യക്രമ സംബന്ധി പോസ്റ്റർ. അതിൽ ആ വിഷയ ജാതി പ്രദായിക അഭിശാപ് ഹേ വിഷയ പർ സംഗോഷ്ഠി ഹോനെ വാലി ഹേ, അത് നമ്മൾ നോട്ടിൽ എഴുതി പഠിച്ചതാണ് കേട്ടോ. അത് നിങ്ങൾ നോക്കിക്കോളൂ. നെക്സ്റ്റ് ചാപ്റ്ററാണ് ബച്ചേ കാം പർ ജാ രഹേ ഹേ. ബച്ചേ കാം പർ ജാ രഹേ എന്നുള്ള ചാപ്റ്ററിന് നമ്മളോട് സമാന ആശയവാലി പങ്ക്തിയാൻ ചുൻകർ ലിഖേ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. സമാന ആശയം വരുന്ന വരികൾ കണ്ടെത്തി എഴുതാനാണ്. പിന്നെ അതുപോലെ വിശേഷണ ശബ്ദം ചോദിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ മോഡൽ എക്സാമിന് ആ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കിക്കോളാം. പോസ്റ്ററും ലഘുലേഖവും ഒന്ന് നോക്കി വെച്ചോളാം കേട്ടോ. 2 വിഷയം ഒന്ന് തന്നെയാണ്. ബാലശ്രം കാനൂനൻ അപരാധ ഹേ. ഓക്കെ. ദെൻ കുട്ട്ലി തോ പരായി എന്നുള്ള ചാപ്റ്റർ ആകുമ്പോൾ അതിൽ നിന്ന് നമ്മളോട് പത്ര, പോസ്റ്റർ, പിന്നെ ഡയറി ഇത്രയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ നമ്മൾ എന്ത് ചെയ്യുക, ലഡ്ക ലഡ്കി ഭേദഭാവ് അല്ലേ, സാമാജിക് കുരീതി ഹേ എന്ന വിഷയത്തെക്കുറിച്ചിട്ട് പോസ്റ്ററോ ലഘുലേഖോ ചോദിച്ചേക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ഗുഡ്ലീൻ്റെ പത്രവും ഗുഡ്ലീൻ്റെ ഡയറിയും ഒക്കെ ഒന്ന് നോക്കുക. പിന്നെയുള്ള 2 പോയം, ഒന്ന് അകാൽ ഔർ ഉസ്കെ ബാദ്, രണ്ടാമത്തെ ടൂട്ടാ പഹിയ. അത് 2 നിങ്ങൾ നോക്കി വെക്കണം കേട്ടോ. ആകെ 3 പോയാണുള്ളത്. 3 പോയം നന്നായിട്ട് പഠിക്കുക. പിന്നെ ഹതാശാസെ ഏക് വ്യക്തി ബൈഠ് ഗയാ താ. ഹതാശാസെ ഏക് വ്യക്തി ബൈഠ് ഗയാ താ എന്നുള്ള ചാപ്റ്ററിന് ജാനേക്ക് ലേഖയ്ക്ക് വ്യാഖ്യ, അതേപോലെ തന്നെ ജാനേക്ക അസലി ആധാറും ജാനേക്ക രൂട്ടിഗ്രസ്ത ആധാറും നോക്കാം. ഓക്കെ. അപ്പോൾ അതിൽ ഷുവർ ക്വസ്റ്റ്യൻസ് ആയിട്ട് 4 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് പട്കഥ, പോസ്റ്റർ, ഡയറി, പത്ര, ചരിത്ര पर टिप्पणी, लघुलेख, कवितांश का आशय, बातचीत, सही मिलान करें, समाचार रपट. പിന്നുള്ളതാണ് സഹി 4 പ്രസ്താവ് ചുൻകർ ലിഖേം. സഹി 4 പ്രസ്താവ് ചുൻകർ ലിഖേം എന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ 6 സെൻറ്റൻസ് ഉണ്ടാവും. ആ 6 സെൻറ്റൻസും അതേപോലെ ആൻസർ ഷീറ്റിൽ എഴുതി വെക്കരുത്. 4 എണ്ണമാണ് എഴുതേണ്ടത്. 6 എണ്ണം എഴുതി വെച്ചാൽ ചിലപ്പോൾ ആ ആൻസർ വാല്യൂ ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്ത് ചെയ്യണം, 4 എണ്ണം അതിൽ നിന്നുള്ള ശരിയെന്ന് തോന്നുന്ന 4 സെൻറ്റൻസ് ആൻസറായിട്ട് എഴുതുക. അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ ക്വസ്റ്റ്യൻ തന്നെ ആൻസർ ചെയ്യാനും ശ്രമിക്കുക. പിന്നെ വാക്യ പിരമിഡ് നമ്മൾ ചെയ്യുമ്പോൾ വരച്ചിട്ട് തന്നെ എഴുതുക. പിരമിഡ് പോലെ വരച്ചിട്ട് അതിൽ തന്നിട്ടുള്ളത് എഴുതുക. പിന്നെ ബ്രാക്കറ്റിൽ തന്നിട്ടുള്ള വേർഡ്സ് ഏറ്റവും യോജിച്ച രീതിയിൽ പൂരിപ്പിച്ച് എഴുതി വെക്കുക. ഇത്രയാണ് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്.